ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 19-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം 22-ാമത്തെ ഭാഗമായിട്ട് പറയണം. ഓം സ സംവൃതസ്തത്ര മഹാൻ മഹീയസാം ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ വ്യരോചതാലം ഭഗവാൻ യഥേന്ദുർഗ്രഹർഷതാരാ നികരൈ പരീതാം. തത്ര അവിടെ ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ, ദേവർഷിമാർ, ബ്രഹ്മർഷിമാർ, രാജർഷിമാർ, ഇപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. സംവൃത, അവരെല്ലാവരും 4 പുറം ഇരിക്കുന്നുണ്ട്. അവരാൽ ചുറ്റപ്പെട്ടതായിട്ടുള്ളൊരവസ്ഥ. മഹീയസാം, എത്രത്തോളം മഹാന്മാരുടെ സംഘം, അവരിൽ വെച്ച് മഹാൻ, ഏറ്റവും മഹാൻ. മഹീയസാം മഹാൻ, ഏറ്റവും മഹാന്മാരിൽ മഹാനും ഭഗവാൻ. അതേപോലെ മഹിമ ഏറിയതായിട്ടുള്ള ഈശ്വരൻ പോലെ സഹ, ആ ശ്രീശുക ബ്രഹ്മർഷി. ഇപ്പോൾ നമ്മൾ ശ്രീശുകൻ്റെ ധാരാളം മഹത്വത്തെക്കുറിച്ച് അനവധി പറഞ്ഞു. ഇപ്പോൾ ഗ്രഹരക്ഷതാര നികരൈഹി, ഗ്രഹം, ഈ നവഗ്രഹങ്ങൾ, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, രാഹു കേതുക്കൾ, 7 ആഴ്ചയും രാഹു കേതുക്കളും കൂടിയായാൽ നവഗ്രഹങ്ങളായി. ആ നവഗ്രഹങ്ങൾ, അതേപോലെ ഋക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ കൂട്ടം, രാശി. പിന്നെ ഋക്ഷം എന്നുള്ളത് ഈ കുറേ മരങ്ങളുടെ പേരുകളുണ്ട്. വയമ്പ്, ചേര്, പയ്യോന്നി, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. പല മരങ്ങളും അതിൽപ്പെട്ടതാണ്. പിന്നെ കരടിക്ക് ഋക്ഷ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ രാശി, നക്ഷത്രങ്ങൾ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഗ്രഹം, രാശി, മറ്റ് നക്ഷത്രങ്ങൾ, അശ്വതി തൊട്ടുള്ള നക്ഷത്രങ്ങൾ, അവരുടെ കൂട്ടം, സമൂഹം. നികരൈഹി, ഇങ്ങനെ ആകാശത്തുള്ള ഗ്രഹ, നക്ഷത്ര, രാശി തുടങ്ങിയിട്ടുള്ള ഓരോന്നും. പിന്നെയോ അവരിൽ പരീതഹ, അവരാൽ പരീതമായിട്ടുള്ള, ചുറ്റപ്പെട്ടതായിട്ടുള്ള 4 പുറം നക്ഷത്രങ്ങൾ. നടുക്കിൽ ഇന്ദു, ചന്ദ്രൻ. ഇപ്പോൾ ഒരു പൗർണമി ചന്ദ്രൻ നിറച്ച് നക്ഷത്രങ്ങൾ 4 പുറം ഉണ്ടെന്ന് കൂട്ടുക. ആ സമയത്ത് ചന്ദ്രനെ നമ്മൾ എങ്ങനെ കാണുന്നു? അങ്ങനെ വ്യരോചത, നന്നായിട്ട് തന്നെ വിരാജിച്ചു, അതല്ല വെച്ചാൽ വിളങ്ങി. നക്ഷത്രത്തിൻ്റെ ശോഭ കുറയും പൗർണമി ചന്ദ്രൻ ഉള്ള ദിവസം. ചന്ദ്രന് വളരെയധികം ശോഭ കൂടും. അലം വ്യരോചത, അത്രയും ശോഭിച്ചു എന്ന് സാരം. അതാണ്. അപ്പോൾ ഇവിടെ ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്, ഉപമാലങ്കാരം. മഹാഋഷികൾ, നക്ഷത്രങ്ങൾ, രാശി, നക്ഷത്രം, എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ. അവിടെ രാജർഷി, ബ്രഹ്മർഷി, ദേവർഷി എല്ലാവരും ഉണ്ട്. മഹാഭക്തന്മാരായിട്ടുള്ള സകല ആൾക്കാരും അവിടെയുണ്ട്. അവരുടെ നടുക്കിൽ പ്രത്യേക പീഠത്തിൽ ശ്രീശുക ബ്രഹ്മർഷി ഇരിക്കുമ്പോൾ പൗർണമി ചന്ദ്രനെ പോലെ. നമ്മൾ ചില കൗൺസിലിങ്ങിലൊക്കെ ഒരു വെളുത്ത പ്രതലം, അതിലൊരു കറുത്ത പുള്ളി, ആ കറുത്ത പുള്ളിയെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയും. എന്നിട്ട് ഈ കറുത്ത പുള്ളി വെളുത്തതായിട്ടും, വെളുത്ത വലിയ പ്രതലാണ്, ആ പ്രതലം മുഴുവൻ കറുത്തതായിട്ടും തോന്നുന്ന ഒരവസ്ഥ എത്തുന്നത് വരെ നോക്കിയിരിക്കൂ എന്ന് പറയും. മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ളൊരു സൂത്ര വഴിയാണ്. വെളുത്ത പ്രതലം, കറുത്ത പുള്ളി, അതിൽ തന്നെ നോക്കിയിരിക്കുമ്പോൾ ഈ കറുത്ത പുള്ളിയെ മാത്രം കാണുമ്പോൾ കറുത്ത പുള്ളി വെളുത്ത പുള്ളിയാവും. ഈ വെളുത്ത വലിയ പ്രതലം മുഴുവൻ കറുപ്പായിട്ട് മാറും. അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട്. എന്ന കൂട്ടത്തിൽ ഇവിടെ ഈ കറുത്ത ശരീരമുള്ള ശ്രീശുക ബ്രഹ്മർഷി ഏറ്റവും ശുഭ്രമായിട്ടുള്ള അവസ്ഥയാണ്. പൗർണമി ചന്ദ്രനെ പോലെ ശീതളിമ തരുന്നതായിട്ടുള്ളൊരു ഭാവമാണ്. കാരണം ഇനി തരാൻ പോകുന്നത് ഭാഗവത. അപ്പോൾ അവിടെ കാണുന്നതായിട്ടുള്ള ഈ നക്ഷത്ര രാശിയാദികൾ മുഴുവൻ പ്രഭ മങ്ങിയവരായി. അവർക്ക് പ്രഭ ഇല്ലായിട്ടല്ല, എല്ലാവർക്കും നല്ല പ്രഭയുണ്ട്. പക്ഷേ ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെ പ്രഭ കാരണം, ചന്ദ്രൻ്റെ പ്രഭ കാരണം നക്ഷത്രങ്ങൾ കാണാനില്ലാണ്ട് ആയ പോലെ ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെ മഹത്വം കാരണം അവരെല്ലാവരും മഹത്വക്കളാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ശോഭിക്കപ്പെട്ടു, ഇങ്ങനെ വിരാജിച്ചു. വ്യരോചത, എല്ലാവരും അതേപോലെ കണക്കാക്കി, ഇങ്ങനെ കണ്ടു. സ സംവൃത തത്ര, അവിടെ അദ്ദേഹം, ഈ ശ്രീശുക ബ്രഹ്മർഷി എല്ലാവരാലും ചുറ്റപ്പെട്ടുകൊണ്ട് അവിടെ മഹാൻ മഹീയസാം, മഹത്തുക്കളിൽ ഏറ്റവും മഹാനായിട്ടുള്ള ശ്രീ ശുക ബ്രഹ്മർഷി സഹ. അതെങ്ങനെയൊക്കെയാ? ബ്രഹ്മർഷി, രാജർഷി, ദേവർഷി സംഘൈഹി. ബ്രഹ്മർഷിമാരുണ്ട്, രാജർഷിമാരുണ്ട്, ദേവർഷിമാരുണ്ട്. അവരെല്ലാവരും അവിടെ സംഘം ചേർന്ന് നിൽക്കുന്നുണ്ട്, നക്ഷത്രങ്ങളെ പോലെ. വ്യരോചത അലം,
ഇങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അതേ ഉള്ളൂ, വേറെ യാതൊന്നുമില്ല. ഈ പ്രഭ മാത്രമേ കാണാനുള്ളൂ. ശ്രീശുഖബ്രഹ്മർഷിയുടെ ആ പ്രഭ മാത്രമേ കാണാനുള്ളൂ. അങ്ങനെ ഭഗവത്വം മുഴുവൻ അദ്ദേഹത്തിൽ എല്ലാവർക്കും കാണാൻ സാധിച്ചു. യഥാ ഇന്ദുഹു, എപ്രകാരത്തിലാണോ ചന്ദ്രൻ ഗ്രഹ ഋക്ഷ താര നികരൈഹി പരീത. ഈ ചന്ദ്രൻ എപ്രകാരത്തിലാണോ ഗ്രഹങ്ങളെ കൊണ്ട്, രാശി തൊട്ടുള്ള നക്ഷത്രങ്ങളെ, അശ്വതി തൊട്ടുള്ള നക്ഷത്രങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ നികരൈഹി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ പരീത നല്ലോണം ചുറ്റപ്പെട്ട് കിടക്കണു. എല്ലാം വെച്ചാൽ 4 പുറമുണ്ടല്ലോ, നക്ഷത്രങ്ങൾ 4 പുറമുണ്ടാവും. അപ്പം ഇങ്ങനെ നക്ഷത്രങ്ങൾ പൗർണമി ചന്ദ്രൻ്റെ ആ ഒരു പ്രഭയിൽ ശോഭ ഇല്ലാത്തവരായിട്ട് തോന്നുന്ന പോലെ ഏറ്റവും മഹത്തുക്കൾക്ക് പോലും ഈ ശ്രീശുഖബ്രഹ്മർഷിയുടെ ശോഭ കാരണം ഇത്തിരി മങ്ങിയുണ്ടോയെന്ന് വെച്ചില്ല. ഒട്ടും മങ്ങിയിട്ടില്ല കേട്ടോ. നമുക്ക് തോന്നുന്ന അത്രയേ ഉള്ളൂ, വീക്ഷണകോണിൻ്റെ അത് മാത്രമേ ഉള്ളൂ. അത്രയും ശോഭിച്ചു. അലം വ്യരോചത, അതാണ് ആ സദസ്സിൻ്റെ ഒരു മഹിമ പറയുകയാണ്. അത് എത്രയെന്ന് പറയാൻ നിവൃത്തിയില്ല, ഒരു ഉപമ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സസംവൃതസ്തത്ര മഹാൻ മഹീയസാം ബ്രഹ്മർഷി രാജർഷി ദേവർഷി സംഘൈ വ്യരോചതാലം ഭഗവാൻ യഥേന്ദുർഗ്രഹരക്ഷതാരാ നികരൈ പരീതാം. ഇനി 31ാമത്തെ ശ്ലോകം. പ്രശാന്തമാസീനമകുണ്ഠമേധസം മുനീന്ദ്രപോ ഭാഗവതോഭ്യുഭേത്യ പ്രണമ്യ മൂർധ്നാവഹിത കൃതാഞ്ജലിർനത്വാ ഗിരാ സൂനൃതയാന്നപൃച്ഛത്. പ്രശാന്തം, ശാന്തം എന്നേ വേണ്ടു. പ്രശാന്തം, പ്രകർഷേണ ശാന്തമായത് വെച്ചാൽ നല്ലോണം ശാന്ത സ്വഭാവമാണ്. ഈ മഹത്തുക്കൾക്കൊക്കെ അതെ, ശ്രീശുഖബ്രഹ്മർഷിക്ക് കുറച്ച് അധികം അതെ. അങ്ങനെ പ്രശാന്തനായിട്ടുള്ള അകുണ്ഠമേധസം, ഏതെങ്കിലും തരത്തിൽ ഒരു ദുഃഖം ഇല്ലാത്ത ഒരവസ്ഥയാണ്. ബുദ്ധിയിൽ ദുഃഖം എന്നുള്ളൊരവസ്ഥ ഇല്ല, കുണ്ഠത ഇല്ല. അകുണ്ഠം വൈകുണ്ഠം എന്നൊക്കെ അങ്ങനെയുള്ള കുണ്ഠത ഇല്ലാത്ത ആസീനം ഇരിക്കുന്നതായിട്ടുള്ള ഒരു സംശയമില്ല, ഒരു പേടിയില്ല. നെഗറ്റീവ്സ് ഷഡോർമി ഷഡരി ഷഡ്വൈരി ഇതൊന്നുമില്ല. പഞ്ചക്ലേശങ്ങളില്ല, സപ്തവ്യസനങ്ങളില്ല, അഷ്ടപാപങ്ങളില്ല, ഒന്നുമില്ല. കർമ്മമില്ല, കാമമില്ല, പാപമില്ല, വാസനകളൊന്നുമില്ല. അങ്ങനെ സുഖം, ആനന്ദം, സച്ചിദാനന്ദം അങ്ങനെ ഇരിക്കുക. അങ്ങനെയുള്ള ഈ അകുണ്ഠ ബുദ്ധിയോട് കൂടിയിട്ട് അകുണ്ഠമേധസം ആസീനം ഇരിക്കുന്നതായിട്ടുള്ള മുനിയും ആ ശ്രീശുഖബ്രഹ്മർഷിയെ ഭാഗവത, ഈ ഭക്തന്മാരായിട്ടുള്ള ഓരോരുത്തരും, ദേവർഷി രാജർഷി ബ്രഹ്മർഷി സംഘൈഹി, പിന്നെ അല്ലാത്തവരും കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ, അവരെല്ലാവരും നൃപഹ, ഈ പരീക്ഷത്ത് രാജാവ് ഉൾപ്പെടെ അഭ്യുപേത്യ നേരിട്ട് വന്ന് മൂർധ്ന ശിരസ് കൊണ്ട് പ്രണമ്യ, നന്നായിട്ട് തന്നെ മൂർധാവ്, ശിരസിൻ്റെ മൂർധാവ് വെച്ചാൽ അപ്പോൾ നല്ലോണം കണ്ട് തല കുമ്പിട്ടു എന്നർത്ഥം, അത്രയേ ഉള്ളൂ. നെറ്റി കാൽക്കൽ തൊടിച്ചു, അതുതന്നെയാണ്. നമസ്കരിച്ചു സമ്പൂർണ്ണമായിട്ട്. മൂർധ്ന പ്രണമ്യ, ശിരസ് കൊണ്ട് നമസ്കരിച്ചിട്ട് അവഹിത നല്ലോണം മനസ്സിരുത്തുക. അവഹിത നല്ലോണം മനസ്സിരുത്തണം, അങ്ങനെയല്ലേ പറ്റുള്ളൂ. കൃതാഞ്ജലിഹി, എന്നിട്ടോ നല്ലോണം കൈകൂപ്പി നിന്നുകൊണ്ട് നത്വ വീണ്ടും തൊഴുത് കുമ്പിട്ട് നമസ്കരിച്ച് സൂനൃതയ, ഏറ്റവും പ്രിയമായിരിക്കുന്ന, സു ആണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമം, ഏറ്റവും സത്യം, സാത്വികം, ഋതം, സൂനൃതയ, സൂൻ ഹൃദയ. അപ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള പ്രിയമായിട്ടുള്ള ഗിര വാക്കുകളെ കൊണ്ട് കേൾക്കാൻ വളരെ ഇമ്പമുള്ളതായിട്ട്, അതുപോലെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള അങ്ങനെയൊക്കെയാണ്. ഇവിടെ ഇപ്പോൾ ശുശ്രൂഷകളായിട്ട് എല്ലാവരും ഇരിക്കുന്നത്, ശ്രോതം ഇച്ഛ, എല്ലാവർക്കും മുമുക്ഷു ഭാവമുണ്ട്, മുക്തി ഇച്ഛിക്കാൻ. അപ്പോൾ സാധു സുഷ്ഠു മിതം മധു ഇങ്ങനെയൊക്കെയാണ് പറയുക. ഏറ്റവും നല്ലതായിട്ടുള്ള വാക്കുകളെ കൊണ്ടാണ് ഇനി പറയാൻ പോകുന്നത് ഭാഗവതം. അന്വപൃച്ഛത്, ഇനി ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ആരാ ചോദിക്കണത്? എല്ലാവർക്കും വേണ്ടിയിട്ട് പരീക്ഷിത് രാജാവെ ചോദിക്കുക. ആവശ്യം ആർക്കാ? പരീക്ഷിത് രാജാവിനാ. ഇപ്പോൾ പരീക്ഷിത് രാജാവിന് മാത്രമല്ല, ലോകഹിതാർത്ഥമാണ് പരീക്ഷത്തിൻ്റെയും ചോദ്യം എന്ന് സാരം. വാക്കുകൾ അത്രയും നല്ല വാക്കുകളാണ്. ഗിര അന്വപൃച്ഛത്, ദുശ്ചോദ്യങ്ങളില്ല. ചോദിക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ചോദ്യം അറിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. നമ്മൾ ചോദിക്കുമ്പോൾ ദുശ്ചോദ്യാവും, അവർ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗൂഢമർമ്മ, അതിൻ്റെ രഹസ്യങ്ങളെ മുഴുവൻ പുറത്തേക്ക് പറയണം എന്നുള്ള അർത്ഥത്തിലുള്ള സതുദ്ദേശമാണ്.
ഇങ്ങനെ ചോദിച്ചു എന്നാണ്. പ്രശാന്തം, നന്നായിട്ട് ശാന്തഭാവത്തിലിരിക്കുന്നതായിട്ടുള്ള, ആസീനം ഇരിക്കുന്നതായിട്ടുള്ള, അകുണ്ഠമേധസം ഒരു തരത്തിലും ഒരു വ്യസനം തൊട്ടുള്ള ഒരു നെഗറ്റീവും ബാധിക്കാത്തതായിട്ടുള്ള ആ മുനിയും ശ്രീശുക ബ്രഹ്മർഷിയെ നൃപഹ, ഈ പരീക്ഷത്ത് രാജാവ്, ഭാഗവത, പരീക്ഷത്ത് രാജാവും ഭാഗവതനാണ്, അവിടെ ഇരിക്കുന്ന എല്ലാവരും ഭാഗവതന്മാരാണ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് രാജാവ് ചോദിച്ചു എന്ന രീതിയിലാണ്. എന്നാൽ ആവശ്യക്കാരൻ പരീക്ഷത്ത് മാത്രമാണ്. ഇനി പരീക്ഷത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പരീക്ഷത്ത് ചോദിക്കുന്നത്. കാരണം മുക്തി ഇവിടെ പ്രധാന ഒരു ലക്ഷ്യമായിട്ടിരിക്കുക. എന്താ? ബ്രഹ്മഹത്യാ പാപത്തിന് മോചനം വേണം. അപ്പം അങ്ങനെയുള്ള ആ ഭാഗവതൻ നൃപൻ ഈ മഹാമുനിയോട് അഭ്യുപേത്യ, അവിടെ എത്തിയിട്ട് എങ്ങനെയൊക്കെ നമസ്കരിക്കണോ അങ്ങനെയൊക്കെ നമസ്കരിച്ചു എന്നാണ്. ഇത്ര എന്ന് പറയാൻ നിവൃത്തിയില്ല. നേരിട്ട് അങ്ങോട്ട് വന്നു. അഭി ഉപേത്യ, നേരിട്ട് വന്നിട്ട് മൂർധ്ന പ്രണമ്യ, ശിരസ് കൊണ്ട് നമസ്കരിച്ചു. അപ്പോൾ ഏറ്റവും മുമ്പിൽ കാൽക്കൽ ഇരിക്കുന്നത് അവിടെ തന്നെയാണ്. ഏറ്റവും മുമ്പിലാണ് കാൽക്കൽ, നേരിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കണ്ടും കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ മുനിയെ ഇപ്രകാരത്തിൽ വന്നു, ശിരസ് കൊണ്ട് നമസ്കരിച്ചു, സാഷ്ടാംഗ പ്രണാമം ചെയ്തു. അവഹിത, എത്രത്തോളം ഈ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയിട്ട്, ഒരു ലീനഭാവം, ഒരു ലയഭാവം, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഇനി ഒരു അകൽച്ചയില്ല, അങ്ങനെ ചേർന്നിരിക്കുകയാണ്. അതാണ് ഈ അവഹിത. നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ള അർത്ഥം. മനസ്സിരുത്തിക്കൊണ്ട് ശ്രദ്ധയോട് കൂടിയിട്ട്, വിശ്വാസത്തോട് കൂടിയിട്ട്, ശ്രദ്ധാഭക്തി സമന്വിതം, അതാണ് ഈ അവഹിത. ശ്രദ്ധാഭക്തി സമന്വിതം ഇതം ഭാഗവതം ശൃണു എന്നാണ്. അപ്പോൾ അവിടെ ഈ ഉറച്ചതായിട്ടുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നല്ലോണം മനസ്സിരുത്തിയിട്ട്, ഇനി ഇവിടെ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല, ഒരു വ്യതിയാനമില്ല. ഇനി ഭാഗവതല്ലാതെ കണ്ടും ഭഗവാൻ അല്ലാതെ കണ്ടും വേറെ യാതൊന്നുമില്ല. ഗുരു, ഗ്രന്ഥം, ഭഗവാൻ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ അവഹിത കൃതാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട്, മനസ്സ് കൂപ്പി, കൈ കൂപ്പി, എല്ലാം കൂപ്പിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമസ്കരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും നത്വ കൃതാഞ്ജലി പുടഹ, അങ്ങനെ കൈകൂപ്പിക്കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് സൂന്ദ്രതയ, ഏറ്റവും നല്ലതായിട്ടുള്ള വാക്കുകളെ കൊണ്ട്, സത്യം ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. ആ ഒരു സത്യത്തിൽ തന്നെ ഗിര, നല്ല വാക്കുകളെ കൊണ്ട് അന്വപൃച്ഛത്, ചോദിച്ചു. ക്രമേണ ഓരോന്നായിട്ട് ചോദിച്ചു. അതാണ് കണ്ടിന്യൂസ് ആയിട്ട്. അന്വപൃച്ഛത്, അന്വപൃച്ഛതാണ് അന്വപൃച്ഛത്. ക്രമേണയായിട്ട് ഓരോന്നായിട്ട് ചോദിച്ചു. അതാണ് പൃച്ഛത് എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അപൃച്ഛത് നല്ലോണം ചോദിച്ചു. ക്രമേണയായിട്ട്, ക്രമത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പരീക്ഷത്ത് പറയും, ചോദ്യങ്ങളൊക്കെ കുറച്ച് ചോദിക്കും. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അതിൻ്റെ വിസ്തരിച്ചുകൊണ്ടുള്ള ഭാഗവതം പറയും. കുറേ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ സംശയം ചോദിക്കും, വീണ്ടും ഭാഗവതം കുറേ നേരം പറയും. ഇങ്ങനെ പ്രശാന്തമാസീനമകുണ്ഠമേധസം മുനീന്ദ്രപോ ഭാഗവതോഭ്യുപേത്യ പ്രണമ്യമൂർധ്നാവഹിത കൃതാഞ്ജലിർനത്വാ ഗിരാസോനൃതയാന്വപൃച്ഛത്. പ്രശാന്തം ആസീനം അകുണ്ഠമേധസം മുനിം നൃപഃ ഭാഗവതഃ അഭ്യുപേത്യ പ്രണമ്യ മൂർധ്നാ അവഹിത കൃതാഞ്ജലിഃ നത്വാ ഗിരാ സൂനൃതയാ അന്വപൃച്ഛത്. പ്രശാന്തമാസീനമകുണ്ഠമേധസം മുനീന്ദ്രപോ ഭാഗവതോഭ്യുപേത്യ പ്രണമ്യ മൂർധ്നാവഹിത കൃതാഞ്ജലിർനത്വാ ഗിരാ സൂനൃതയാ അന്വപൃച്ഛൽ. 30-31 2 ശ്ലോകങ്ങളെ ഇപ്പോൾ പറഞ്ഞു. ശ്രീഹരേ ഗുരുവായൂരപ്പ.